Hello everyone and welcome back. Um, Once again welcome Anas here. ഫണ്ണി ഫാക്ട് സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. സൂപ്പർമാൻ മൂവീസ് കാണാത്തവരായി അധികം ആരും തന്നെ ഉണ്ടാകില്ല. റിച്ചാർഡ് ഡോണർ ഡയറക്റ്റ് ചെയ്ത് ക്രിസ്റ്റഫർ റീവ് നായകനായി അഭിനയിച്ച 1978 റിലീസ് ചെയ്ത സൂപ്പർമാൻ ദി മൂവി എന്ന സിനിമയാണ് ആദ്യത്തെ പൂർണ്ണതയേറിയ സൂപ്പർമാൻ മൂവി. ഈ സിനിമയിൽ സൂപ്പർമാന് പറക്കാനുള്ള കഴിവുണ്ട്. ആക്ച്വലി സൂപ്പർമാൻ പറക്കത്തിലായിരുന്നു ഇൻ 1914ലാണ് സൂപ്പർമാൻ കോമിക് സീരീസിൻ്റെ തുടക്കം. ആനിമേഷൻ സീരീസിലൂടെയാണ് സൂപ്പർമാൻ ആദ്യമായി റിലീസ് ചെയ്തത്. അന്നുണ്ടായിരുന്ന സീരീസിൽ പറക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ ഹീറോ അല്ലായിരുന്നു സൂപ്പർമാൻ, മറിച്ച് ഉയരമുള്ള കെട്ടിടങ്ങളെ അനായാസം ചാടിക്കടക്കാനുള്ള കഴിവ് മാത്രമാണ് സൂപ്പർമാൻ ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെ സൂപ്പർമാൻ ഗെയിനഡ് ദ എബിലിറ്റി ടു ഫ്ലൈ? അതിന് പുറകിൽ മറ്റാരുമല്ല, ദി ആനിമേറ്റഡ് സൂപ്പർമാൻ ആനിമേഷൻ സീരീസ്. യെസ്, ആദ്യകാല സൂപ്പർമാൻ ചിത്രത്തിന് പുറകിൽ പ്രവർത്തിച്ചിരുന്ന ആനിമേറ്റേഴ്സിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിലെടുത്ത തീരുമാനമാണ് സൂപ്പർമാന് പറക്കാനുള്ള കഴിവ് ലഭിക്കാൻ കാരണമായത്. അതിന് കാരണമായ ആ തീരുമാനം എന്തായിരുന്നു? യെസ്, സൂപ്പർമാൻ്റെ തുടക്കം ആനിമേഷൻ സീരീസിലൂടെയാണെന്ന് പറഞ്ഞല്ലോ. ആനിമേഷൻ എന്നത് 1914 വളരെ ടാസ്കായ ഒരു ആക്ടിവിറ്റിയാണ്. നമുക്കറിയാം, ആനിമേഷൻ എന്ന് പറയുന്നത് ഓരോ ഫ്രെയിമിലും ഉണ്ടാകുന്ന എല്ലാ ചെറിയ മൂവ്മെൻറ്റ്സും നോട്ട് ചെയ്ത് അവയെല്ലാം വരച്ചെടുത്ത് ഫ്രെയിമുകളാക്കി ഇത്തരം ഫ്രെയിമുകളെ ഒരു സെക്കൻഡിൽ 30 അല്ലെങ്കിൽ 24 അല്ലെങ്കിൽ 40 എന്ന തോതിലാക്കി അതിനെ എക്സ്പോർട്ട് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ആനിമേഷൻ സീക്വൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിയൽ സൂപ്പർമാൻ്റെ കഴിവ് എന്ന് പറയുന്ന ചാട്ടത്തിലൂടെ ഉണ്ടാകുന്ന തവണകളായുള്ള ഉയർച്ചയും താഴ്ചയും. ദാറ്റ് മീൻസ് ചാടുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്നു പോകുന്ന ആനിമേഷനും അതുപോലെ ചാടി കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ആ താഴുന്ന ആനിമേഷനും, അതോടൊപ്പം താഴ്ന്നിറങ്ങി നിലത്ത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ലാൻഡിങ്ങും, ഇവയെല്ലാം ഓരോ ഫ്രെയിമായിട്ട് വരയ്ക്കാൻ ആനിമേറ്റേഴ്സിന് വളരെ ബുദ്ധിമുട്ടും അതൊരു വലിയ ടാസ്ക് തന്നെയായിരുന്നു. അത് വലിയൊരു ടാസ്ക്കാണ്. ഇതിനെ കണക്കിലെടുത്തുകൊണ്ട് ആനിമേറ്റേഴ്സ് ഒരു തീരുമാനത്തിലെത്തുകയും എല്ലായ്പ്പോഴും ഉയർച്ചയും താഴ്ചയും ലാൻഡിങ്ങും ആവശ്യമുള്ള ചാട്ടത്തെ മാറ്റി നിർത്തി അധികമായുള്ള ആക്ടിവിറ്റീസ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ലാത്ത ഫ്ലൈയിങ് എബിലിറ്റി കൊണ്ടുവരുന്നത്. ഇതുമൂലം ഒരു മികച്ച സൂപ്പർ പവറാണ് സൂപ്പർമാനിന് കൈവരിക്കാൻ കഴിയുന്നത്. സോ ഗൈസ്, ഇങ്ങനെയാണ് സൂപ്പർമാൻ പറന്നുയർന്നത്.